എന്തിനാണ് തലസ്ഥാനത്തെ ഡിവൈഎഫ്ഐ രക്തസാക്ഷിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ടിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസം മനോരമയിലൂടെ ജ്യേഷ്ഠനായിട്ടുള്ള വിനോദ് ചില ദുഃഖപ്രകടനവുമായി രംഗത്തെത്തിയതിൻ്റെ ഗുട്ടൻസ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്കറിയാം. പൊടുന്നനെ സഹോദരനായ വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ടിനെ പറ്റി അദ്ദേഹത്തിന് വല്ലാത്ത വിമ്മിട്ടം, എന്തോ ഉൾവിളി ഉണ്ടായതുപോലെയാണ് മനോരമ ചാനലിലൂടെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം നടത്തിയ വ്യക്തി ഇന്നിപ്പോൾ അതേ നോക്കിയേ, ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ ചേർന്നു. CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. കണ്ടില്ലേ, VD സതീശനിൽ നിന്ന് അദ്ദേഹം ഷോൾ അണിയിച്ച് എന്തൊക്കെയോ ഓഫറിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ആരും എതിർക്കുന്നില്ല. പക്ഷേ പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഇന്നലകളിൽ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിന് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തതിന് ശേഷം വ്യക്തിപരമായ നേട്ടങ്ങളിൽ സംഘടന ഒപ്പം നിന്നില്ല എന്ന കാരണത്താൽ അതെല്ലാം തരുമെന്ന പ്രതീക്ഷയിൽ പുതിയ മേച്ചിൽപ്പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കൊണ്ടുപോയ വ്യക്തി ആരാണെന്ന് പോലും പ്രതിപക്ഷ നേതാവിന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കിയേ, ഏതോ ഒരുത്തനെ കൊണ്ടുവന്നു മനോരമയ്ക്ക് വാർത്താ കച്ചവടത്തിന് ഗുണപ്പെടുന്ന ആളാണ് എന്ന നിലയ്ക്ക് സതീശൻ പരിഗണിച്ചത്. എന്തായാലും കൊണ്ടുപോയതെന്തോ ഒരു വലിയ ഇരയാണ് എന്നാണ് കരുതുന്നത്. അതായത് തലസ്ഥാനത്തെ മന്ത്രിയായ V ശിവൻകുട്ടി സഹായിക്കാത്തതിൻ്റെ പേരിൽ സ്പോർട്സ് കൗൺസിലിലെ തൻ്റെ ജോലി പോയി. സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് പിന്നീട് ആ നിയമനം വാങ്ങിക്കൊടുത്തില്ല എന്ന പരിഭവമൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടു. ഒരിടത്ത് പ്രതിപക്ഷത്തുൾപ്പെടെയുള്ളവർ CPM പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന് പറയുന്നിടത്താണ് അങ്ങനെ പിൻവാതിൽ നിയമനത്തിലൂടെ ആരെയും തിരികെ കയറ്റാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള വിനോദിന് ഈ ജോലി നഷ്ടപ്പെട്ടത്. ആ ജോലി ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ നേടിത്തരും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ തള്ളിപ്പറഞ്ഞാൽ പാർട്ടിയിലേക്ക് എൻട്രി തരാമെന്നുള്ള ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തത്. എന്തായാലും സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ ഒരു തിരിച്ചറിവാകേണ്ടതാണ്. ചിലരൊക്കെ ഇടത് പ്രസ്ഥാനം എന്ന പേരിലോ അല്ലെങ്കിൽ ഇടത് ആശയം ഉൾക്കൊണ്ടവർ എന്ന പേരിലൊക്കെ നിലനിൽക്കുന്നത് ചില നേട്ടങ്ങൾ ആഗ്രഹിച്ചാണ്. അത് കിട്ടാതെ വരുമ്പോൾ അടുത്ത മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകും. പക്ഷേ അതിന് രക്തസാക്ഷിയായിട്ടുള്ള തലസ്ഥാനത്തെ തന്നെ പ്രമുഖ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിഷ്ണു അല്ലെങ്കിൽ സഹോദരൻ്റെ പേര് പറഞ്ഞ് പോകുന്നിടത്താണ് വലിയ പ്രശ്നം. സഹോദരനോളം ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെന്ന് സ്വമേധയാ തന്നെ അറിയാം. അങ്ങനെയുള്ള വ്യക്തി പിന്നീട് സഹോദരൻ്റെ പേരിൽ എന്തോരം ടൂർണമെൻറ്റുകൾ ഈ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ടൂർണമെൻറ്റുകളുടെ പേരിലെല്ലാം വലിയ ആക്ഷേപങ്ങൾ തലസ്ഥാനത്ത് അടക്കം പറച്ചിലും കേൾക്കാനിടയായി. അതിൻ്റെയൊക്കെ വസ്തുതകൾ പുറത്തു വരട്ടെ. അപ്പോൾ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവസരങ്ങൾ തേടി പോകുന്നവർ യഥാർത്ഥ പാർട്ടിക്കാരല്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ അവസരം കൊടുത്തതിന് ശേഷം മറ്റൊരിടത്തെ ഓഫർ സ്വീകരിക്കുമ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, വ്യക്തിയുടെ മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളുകളിൽ ഈ സ്വീകരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന വ്യക്തികൾക്കും കാത്തിരിക്കുന്നത് ഇന്നലകളിൽ ചുവടുറപ്പിച്ചു നിന്ന മണ്ണിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ള സ്വഭാവമാണ്. അത് എപ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് ഒരു വിനോദ് പോയി കഴിഞ്ഞാൽ തകർന്നു പോകുന്നതല്ല ഈ പ്രസ്ഥാനം. വ്യക്തികളല്ല ഇടത് രാഷ്ട്രീയം. സ്വയം കരുതുകയാണ് ഞാനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലെന്ന് വിചാരിക്കുന്നിടത്ത് താനൊക്കെ എത്ര വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന ചോദ്യം മാത്രമേ തിരിച്ച് ഉന്നയിക്കാനുള്ളൂ.